Good morning, everybody. Hi, students. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന പാഠഭാഗം തുടക്കം മുതൽ ഒന്ന് കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ S2 നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിലൂടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇലക്ട്രോണിക് കമ്പോണൻസ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ, ഡയോഡ്, സെമികണ്ടക്ടർ ഡയോഡ്സ്, ട്രാൻസിസ്റ്റർ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്, ഡയോഡ് ഉപയോഗിച്ചുള്ള പല പവർ സപ്ലൈ, ഉദാഹരണത്തിന് ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ, ഡബ്ലർ, അങ്ങനെയൊക്കെ കുറെ ക്ലിപ്പർ, ക്ലാമ്പർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ സർക്യൂട്ട്സിൽ നമ്മൾ തുടങ്ങുക ട്രാൻസിസ്റ്റർ ആസ് എ ഡിവൈസ്, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ, ഇതൊക്കെയാണ് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ നമ്മള് ഈ ട്രാൻസിസ്റ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ട്രാൻസിസ്റ്റർ? ഒരു 3 ലെയർ ഡിവൈസ് ആണ്. ഒന്നാമത്തെ കാര്യം 3 ലെയർ ഡിവൈസ് ട്രാൻസിസ്റ്റർ. ത്രീ ലെയർ ഡിവൈസ് ആണ് അത്. എമിറ്റർ, ബേസ്, കളക്ടർ, അല്ലെ? 3 ലെയറുകളാണ് നമുക്കതിലുള്ളത്. അതില് നമ്മൾ മനസ്സിലാക്കിയിട്ട്, നമ്മള് ബേസിക് ഇലക്ട്രോണിക്സിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എമിറ്റർ എന്ന് പറഞ്ഞാൽ എമിറ്റ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. PNP ആണെങ്കിൽ ഹോൾസ്, NP ആണെങ്കിൽ എമിറ്റ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ്. ദെൻ സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആണ്. ബേസ് അത് പാസ് ദ ഇലക്ട്രോൺസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ കളക്ടർ. കളക്ട് ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. അപ്പോൾ ഈ 3 ലെയറുകളും ചേർന്ന ഒരു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന 2 പേരുകളിൽ നിന്നാണ്. ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ എന്ന ഡിവൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ അല്ലെ ഇലക്ട്രോണിക് സിഗ്നൽ അല്ലെ ഇലക്ട്രിക് സിഗ്നലിനെ ലോ റെസിസ്റ്റൻസ് പാത്തിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസ് പാത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ ചെയ്യുന്ന ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. അതുകൊണ്ടാണ് ആ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന പേര് കൂട്ടിച്ചേർത്ത് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന പേരുണ്ടാക്കിയത്. ഇലക്ട്രോണിക്സിലെ പല പേരുകളും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്റർ അതേപോലെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് വാക്യൂം ട്യൂബുകൾ. വാക്യൂം ട്യൂബിൽ ട്രയോഡ് എന്ന് പറയുന്ന ഡിവൈസിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളിവിടെ സെമി കണ്ടക്ടർ ഡിവൈസിലേക്ക് വരുമ്പോൾ ട്രാൻസിസ്റ്റർ. അപ്പൊ ട്രാൻസിസ്റ്റർ നമ്മൾ സാധാരണഗതിയിൽ അതിന്റെ ഉപയോഗം ഒരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കും, സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കും, അങ്ങനെ അല്ലെ ഓസിലേറ്ററിന്റെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ പല ഉപയോഗങ്ങളാണുള്ളത്. പ്രധാനപ്പെട്ട ഉപയോഗം ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ എന്നുള്ളതാണ്. അപ്പൊ ഈ 3 ലെയർ ഡിവൈസിൽ ഓരോ ലെയറുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഓരോ ലെയറുമായിട്ട് കണക്ട് ചെയ്ത് ലീഡുകളുണ്ട്. എമിറ്റർ ലീഡ്, ബേസ് ലീഡ്, കളക്ടർ ലീഡ്, അങ്ങനെ 3 ലീഡുണ്ട്. അതുപോലെ 2 ജംഗ്ഷൻ ഉണ്ട്. കാരണം എമിറ്ററും ബേസും അടുത്തടുത്താണ്. അപ്പൊ അതിന് നമ്മളൊരു എമിറ്റർ ഡയോഡ്, മറ്റു ഭാഗത്ത് നമ്മൾ കളക്ടർ ഡയോഡ്, അതായത് ബേസ് ടു കളക്ടർ ഏരിയയിൽ നമ്മൾ ആ വരുന്ന ജംഗ്ഷൻ, ആ ഡയോഡിനെ കളക്ടർ ഡയോഡ്. അപ്പൊ നമ്മള് 2 ഡയോഡ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്താൽ അതിനെ ട്രാൻസിസ്റ്റർ എന്ന് പറയാം. അപ്പൊ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒരു അനലോഗി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത് എമിറ്റർ, ഇത് ബേസ്, കളക്ടർ. അപ്പൊ ഈ രീതിയിലാണ് അറിയാം. ഓക്കെ. അപ്പോ ഈ ഇതില് നമുക്കറിയാം
എമിറ്റർ എന്ന് പറയുന്നത് എമിറ്റ് ഇലക്ട്രോണാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, നമ്മൾ ഡോപ്പിങ്ങിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ S2 നമ്മൾ പഠിക്കുന്നത് ബേസിക് ഇലക്ട്രോണിക്സിൽ. എന്താണ് ഡോപ്പിംഗ്? ഒരു പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ഒരു ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലില് ഒരു പി ടൈപ്പോ എൻ ടൈപ്പോ ആക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഒരു ഇമ്പ്യൂരിറ്റി ആറ്റമായ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്താൽ അത് പി ടൈപ്പ് മെറ്റീരിയലാകും. ഒരു പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ അതൊരു നമുക്കൊരു എൻ ടൈപ്പ് മെറ്റീരിയലാകും. അപ്പൊ ഇങ്ങനെ നമ്മൾ എൻ ടൈപ്പ് പി ടൈപ്പ് ഉണ്ട്. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റി ആറ്റം എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര അധികം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ വളരെ കുറച്ച് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കുറവാണെന്ന് പറയും. അപ്പൊ അതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ട്രാൻസിസ്റ്ററില് എമിറ്റർ ലെയറിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യിക്കേണ്ടത്. അതുകൊണ്ട് എമിറ്ററിൽ എപ്പോഴും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അതേസമയം ബേസിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, വളരെ കുറവായിരിക്കും. കാരണം അവിടെ നമുക്ക് വേറൊരു പ്രോസസ് നടക്കുന്നില്ല. എമിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ ഓർ ഹോൾസിനെ കടത്തിവിടുക എന്ന ഒരു ധർമ്മം മാത്രമാണ് ഈ ബേസ് ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അതുപോലെ അതിന്റെ സൈസ് വളരെ എക്സ്ട്രീംലി തിന്നാണ്, മറ്റ് രണ്ട് ലെയറുമായിട്ട് നോക്കുമ്പോൾ തിന്നാണ്. അതുപോലെ മൂന്നാമത്തെ ലെയറാണ് കളക്ടർ. അതിന്റെ ലെയറിന്റെ ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, പക്ഷെ അത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ മോഡറേറ്റ് ആയിരിക്കും. അതായത് ഹൈലി ഡോപ്ഡും അല്ല, ലൈറ്റ്ലി ഡോപ്ഡും അല്ല, മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇലക്ട്രോൺസ് ഓർ ഹോൾസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് പറയുക NPN ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അതുകൊണ്ട് ഹോൾസിന്റെ കാര്യം നമ്മൾ അധികം പരാമർശിക്കപ്പെടില്ല. ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും നമ്മൾ കൂടുതൽ പറയും. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത് ബേസിലൂടെ കടന്ന് കളക്ടറിൽ എത്തുന്നു. അപ്പോ ഈ ട്രാൻസിസ്റ്റർ നമുക്ക് ഒരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ ആംപ്ലിഫയർ ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യേണ്ടത്. മൊത്തം 4 റീജിയൻസ് ഉണ്ട്. അത് നമ്മൾ തുടർന്ന് വരുമ്പോൾ നമ്മൾ എന്താണ് ആക്റ്റീവ് ഇതെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ട്രാൻസിസ്റ്ററിനെ എമിറ്റർ ബേസ് ജംഗ്ഷൻ, അതൊരു ഡയോഡാണെന്ന് നമ്മൾ പറഞ്ഞു. എമിറ്റർ ബേസ് ജംഗ്ഷനെ നമ്മൾ ഫോർവേഡ് ബേസും കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസുമായിട്ട് ബയസ് ചെയ്യുന്ന ആ മെത്തേഡിനെ നമ്മൾ ആ റീജിയൻ, അപ്പോൾ ആ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയനിലായിരിക്കും. ഈ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനുള്ള കൈപ്പബിലിറ്റി ഉള്ളത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ റെസിസ്റ്റർ ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു സിഗ്നല് ഫോർവേഡ് ബയസിൽ അതിന്റെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ലോ റെസിസ്റ്റൻസ് പാത്തും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് അത് ഹൈ റെസിസ്റ്റൻസ് പാത്ത് വയ്ക്കും. അപ്പൊ ഈ ട്രാൻസ്ഫറിങ് ഓഫ് സിഗ്നൽ ഫ്രം ലോ റെസിസ്റ്റൻസ് പാത്ത് ടു ഹൈ റെസിസ്റ്റൻസ് പാത്ത് ആണ് ഒരു ട്രാൻസിസ്റ്ററിൽ നടക്കുന്ന സംഭവം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതാണ് ട്രാൻസിസ്റ്റർ. അപ്പൊ ട്രാൻസിസ്റ്റർ നമ്മളൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും വായിച്ചിട്ട്
ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. നമുക്ക് പലതരത്തിലുള്ള ആംപ്ലിഫയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോമൺ ഏത് ലെയറാണ് കോമൺ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏത് പിന്നാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരുന്നത്, അതനുസരിച്ച് നമ്മൾ കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ് എന്ന് പറയും. അപ്പോൾ കോമൺ എമിറ്റർ ആണ് സാധാരണഗതിയിൽ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അതിന് ചില പ്രത്യേകതകളും നന്മകളും ഉണ്ട്, കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ കൂടുതൽ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം കറണ്ട് ഗെയിനും കൂടുതലാണ്, വോൾട്ടേജ് ഗെയിനും കൂടുതലാണ്. വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് നമുക്കിടക്ക് നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും കൂടുതലായിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അതുകൊണ്ട് ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ആംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് കണക്ട് ചെയ്യുക. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബേസ്, ഇത് NPN ആണ്. സ്വാഭാവികമായിട്ടും അത് ഈ രീതിയിലായിരിക്കും കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക്. അപ്പൊ ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ നമ്മളൊരു VBB കൊടുക്കും, ഇവിടെ VCC കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു കളക്ടർ റെസിസ്റ്റർ ഉണ്ട്, ലോഡിന് പകരമായിട്ട് കളക്ടർ റെസിസ്റ്റർ. അപ്പൊ ഇത് ഇൻപുട്ട് നമ്മൾ സിഗ്നൽ കൊടുക്കുക, നമ്മൾ ഇവിടെ നിന്നായിരിക്കും. അപ്പൊ ഇതിന് സീരീസ് ആയിട്ട് നമ്മൾ ഒരു സിഗ്നല് ഇവിടുന്ന് ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കും. ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് നമ്മള് ഒന്നുകിൽ ഇതിവിടെ കൊടുത്താൽ ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഔട്ട്പുട്ട് എടുക്കുക. ഇത് VCC, ഔട്ട്പുട്ട് ഈ ഭാഗത്തേക്ക് എടുക്കുക. അതായത് കളക്ടർ റെസിസ്റ്റർ അക്രോസ് ഓർ കളക്ടർ ടു എമിറ്റർ ജംഗ്ഷൻ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ കളക്ടർ റെസിസ്റ്ററിൽ നിന്നാകാം ഓർ കളക്ടർ ടു എമിറ്റർ ജംഗ്ഷൻ എന്നാകും. ഓക്കെ, അപ്പോ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഈ സിഗ്നല് നമുക്കിവിടെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. അതേസമയം നാം ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടർ ടു എമിറ്റർ ജംഗ്ഷനിലാണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇതിലെ കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യും. അത് RCയിൽ വന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ICRL ആയിരിക്കും. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ബേസ് കറണ്ടില്, ബേസ് വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻപുട്ട് ബയസിംഗിൽ വേരിയേഷൻ ഉണ്ടാവും. ആ ബയസിംഗ് വേരിയേഷൻ കൊണ്ട് അതിന്റെ ബേസ് കറണ്ട് വേരിയും. ബേസ് കറണ്ട് വേരി ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് കളക്ടർ കറണ്ട് വേരിയും. അങ്ങനെ ആ കളക്ടർ കറണ്ടിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഈ റെസിസ്റ്റർ ഡ്രോപ്പിനെ വ്യത്യാസപ്പെടുത്തും. അപ്പൊ ഇൻപുട്ട് സിഗ്നലിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ, അല്ലെ വേരിയേഷൻ ഉണ്ടെങ്കിൽ, ആ വേരിയേഷൻ ആനുപാതികമായ ഒരു ചേഞ്ച് കളക്ടർ കറണ്ടിൽ ഉണ്ടാക്കുകയും ആ ആനുപാതികമായ കളക്ടർ കറണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് കളക്ടർ വോൾട്ടേജിൽ, ആ റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് അതെന്താണ് IC ഇൻറ്റു RL ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു IC ഇൻറ്റു RL ആണ്. അപ്പൊ IC എന്ന് പറഞ്ഞാൽ അതിൽ ഒഴുകുന്ന കളക്ടർ കറണ്ട്, RC എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ്. അപ്പൊ അങ്ങനെ ICRL അനുസരിച്ച് അവിടുത്തെ ഡ്രോപ്പ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഔട്ട്പുട്ടില് വലിയൊരു ചേഞ്ച് ആയിട്ട് മാറും. അങ്ങനെയാണ് ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ആംപ്ലിഫിക്കേഷൻ നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ വേരിയേഷൻ ആണ്. അതുകൂടാതെ ഈ IC തീരുമാനിക്കുന്നത് ഇവിടുത്തെ IB ഇൻറ്റു ബീറ്റ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. IC ഈക്വൽ ടു ബീറ്റ IB ആണ്. ബീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ കറണ്ട് ഗെയിൻ, ഈ ട്രാൻസിസ്റ്ററിന് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ കറണ്ട് ഗെയിൻ. അത് ഓരോ ട്രാൻസിസ്റ്ററിനും
വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് ഒരേ ട്രാൻസിസ്റ്റർ മേടിച്ചാൽ അതിന്റെ ബീറ്റ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഒരേ കമ്പനിയുടെ ഒരേ ട്രാൻസിസ്റ്റർ തന്നെ വാങ്ങിച്ചാലും അതിന്റെ ബീറ്റകൾ തമ്മിൽ വ്യത്യാസമുണ്ടാവും. എങ്ങാലും സ്റ്റാൻഡേർഡ് ഒരു വേരിയേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് BC107 ഒക്കെ ആണെങ്കിൽ 100 തുടങ്ങി 300 വരെയൊക്കെ ഗെയിൻ കിട്ടാറുണ്ട്. അതിൽ SL100 ഒക്കെ ആണെങ്കിൽ മാക്സിമം 50 ഗെയിൻ ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പൊ അതിന്റെ ആ ഗെയിൻ അനുസരിച്ച് അല്ലെ ബീറ്റ അനുസരിച്ചാണ് നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കുന്നത്. സാധാരണ SL100 അല്ലെ HL100 ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുക മീഡിയം പവർ ആംപ്ലിഫിക്കേഷനാണ്. നമ്മൾ ഉപയോഗിക്കുക BC107 അല്ലെങ്കിൽ BC547 ഒക്കെ നമ്മൾ പ്രീ ആംപ്ലിഫയർ അല്ലെങ്കിൽ ആംപ്ലിഫയർ ആയിട്ട്, വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക, RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പൊ ഇതാണ് അതിൻ്റെ. ഇനി നമ്മൾ കടന്നു പോകുന്നത്, അപ്പൊ ഈ IC എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് IB ആണ്. അതായത് ഇൻപുട്ടിലുണ്ടാകുന്ന ബേസ് കറന്റിന്റെ ചേഞ്ചിന് ബീറ്റ ടൈംസ് ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു IB ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. അപ്പൊ IC എന്ന് പറയുന്നത് ബീറ്റ IB ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചിനെ വലിയ ചേഞ്ച് ആക്കി മാറ്റാൻ ഈ ട്രാൻസിസ്റ്റർ സാധിക്കും. അതാണ് എന്റെ പ്രത്യേകത. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് DC ലോഡ് ലൈൻ. എന്താണ് DC ലോഡ് ലൈൻ? നമ്മള് ട്രാൻസിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്, ഡയോഡ് ക്യാരക്ടറിസ്റ്റിക് കർവ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് കർവ് ആൻഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയോഡിന് P മെറ്റീരിയലിനെ പോസിറ്റീവായിട്ടും N മെറ്റീരിയൽ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്. നേരെ തിരിച്ച് കണക്ട് ചെയ്യുക, അതായത് P ടൈപ്പിന് N വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജും N ടൈപ്പിന് പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ അത് റിവേഴ്സ് ബയസ് ആയിരിക്കും. അവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, കണ്ടക്ഷൻ കുറവായിരിക്കും, സ്വാഭാവികമായിട്ട് കറണ്ട് ഫ്ലോ വളരെ കുറവായിരിക്കും. അപ്പം ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യാം, അതുപോലെ ഔട്ട്പുട്ട് റിവേഴ്സ് ബയസ് ചെയ്യാം. അപ്പൊ ട്രാൻസിസ്റ്റർ സാധാരണ നമ്മൾ ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യണത്. ഇൻപുട്ട് സർക്യൂട്ട് ഫോർവേഡ് ബയസ്, ഔട്ട്പുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് DC ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക് കർവ് നമ്മൾ വരയ്ക്കും. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെന്ന് പറയുന്നു. അത് എന്താ ചെയ്യാ? കളക്ടർ കറന്റ് കോൺസ്റ്റന്റ് ആക്കി, അല്ലെങ്കിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ബേസ് വോൾട്ടേജ് വേരി ചെയ്ത് VBE വേരി ചെയ്തുകൊണ്ട് ബേസ് ടു എമിറ്റർ വോൾട്ടേജ് വേരി ചെയ്തിട്ട് ബേസ് കറന്റ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് കർവ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് ചെയ്യുക. അതേസമയം ഇതിന്റെ ഔട്ട്പുട്ട് കറന്റ് എന്താണ്? ഔട്ട്പുട്ട് കറന്റ് IC ആണ് അല്ലെ? കളക്ടർ കറന്റ് ആണ്. അപ്പോ ഇതില് നമ്മൾ ചെയ്യുക ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ്. DC ലോഡ് ലൈന് വേണ്ടത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവാണ്. അപ്പൊ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഈ വോൾട്ടേജ് ഇത് നമ്മൾ പല കറന്റിന് സെറ്റ് ചെയ്ത് 0 തുടങ്ങി 10 മൈക്രോആംപിയർ. നമുക്കറിയാം ബേസ് കറന്റ് വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ് ബേസ് റീജിയൻ എന്നുള്ളതുകൊണ്ട് ബേസ് കറന്റ് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് 0 മൈക്രോആംപിയറിൽ അല്ലെങ്കിൽ 10 മൈക്രോആംപിയർ, 20 മൈക്രോആംപിയർ, ഇങ്ങനെ ഓരോ ബേസ് കറന്റിലും സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് നമ്മൾ വേരിയിച്ചിട്ട് ആ സമയത്തുള്ള കറണ്ട് മെഷർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ട്രാൻസിസ്റ്റർ കാണുന്നത്. അപ്പൊ ഇതിന്റെ കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവാണ് ഞാൻ വരയ്ക്കാം. ഇങ്ങനെയാണ്. അപ്പൊ ഈ സൈഡില് നമുക്ക് VCE ആണ്, ഈ സൈഡില് VCE ആണ്, താഴെ ഹൊറിസോണ്ടൽ ആക്സിസില്, വെർട്ടിക്കൽ ആക്സിസില് IC ആണ്. അപ്പൊ ഇത് MA യിലായിരിക്കും IC, ഇവിടെ വോൾട്സിലായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇത് 0 ആണ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ IB
പർട്ടിക്കുലർ വാല്യൂന് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്, ഡി സി കണ്ടീഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് വേരി ചെയ്യാം, അതായത് വി സി സി വേരി ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഐ ബി 0 ആക്കി വെച്ചിട്ട് ഒരു മെഷർമെന്റ് നടത്തും. 1 വോൾട്ട്, 2, 3, 4, 5, 6, 7, 8, 9 10 വരെ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കർവ് നമുക്ക് കിട്ടും. അപ്പൊ ഐ ബി ഈക്വൽ ടു 0 എന്ന് നമ്മുടെ ഐ ബി 0 ആയിരിക്കുമ്പോ കളക്ടർ കറണ്ട് ഉണ്ടാവും, ചെറിയൊരു കറണ്ട് ഉണ്ടാവും. അപ്പൊ ആ കറണ്ട് നമ്മൾ റീഡ് ചെയ്യും. ഓരോ ഐ ബി 0 ആയിരിക്കുന്ന കണ്ടീഷനിലും കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് വേരി ചെയ്ത് നമുക്കൊരു കറവ് കിട്ടും. ദെൻ നമ്മൾ ഐ ബി നമ്മൾ 10 മൈക്രോ ആംപിയറിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് നമ്മൾ വേരി. അപ്പൊ അങ്ങനെ നമുക്കൊരു കർവ് ഇവിടെ കിട്ടും ഇങ്ങനെ. ഓക്കെ, ഇനി ഇത് ഐ ബി ഈക്വൽ ടു 10 മൈക്രോ ആംപിയർ എന്ന് എഴുതും. ഇനി അടുത്തത് ഐ ബി ഈക്വൽ ടു 20 മൈക്രോ ആംപിയർ ആയിരിക്കും. ഇനി ഐ ബി ഈക്വൽ ടു 30, ഐ ബി ഈക്വൽ ടു 40. ഇങ്ങനെ പോകും. 40 മൈക്രോ ആംപിയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഈ ഏരിയ ഇത് കട്ട് ഓഫ് റീജിയൻ ആണ്. നമുക്ക് ഈ ഏരിയയില് ഒരു കറണ്ടുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാച്ച് ചെയ്ത് മാർക്ക് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് എന്റെ കർവ് ചേഞ്ച് പോകും. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാച്ചുറേറ്റ് ചെയ്യും. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് 1 വോൾട്ട് അതിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് സാച്ചുറേഷൻ കാണിക്കും. പിന്നെ ഈ കറണ്ട് കാര്യമായി ഇൻക്രീസ് ചെയ്യില്ല, കളക്ടർ കറണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കർവായി കിട്ടുക. ഒരല്പം ചരിഞ്ഞിട്ട് ഒരല്പം വേരിയേഷൻ കളക്ടർ കറണ്ട് കൂടുതലുണ്ടാവും. അങ്ങനെ ഒരു ഷേപ്പുള്ള ഒരു കർവായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഈ ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ പറയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്നാണ്. ഇനി ഡി സി ലോഡ് ലൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡി സി ലോഡ് ലൈൻ, ഡി സി ലോഡ് ലൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡി സി ലോഡ് ലൈൻ. അപ്പൊ അതിന് നമ്മൾ ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ ഒരു കർവ് വരയ്ക്കും.